Hi, good evening. Good evening, teacher. Okay, കേൾക്കുന്നില്ലേ? Ah, Okay. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഡെറിവേറ്റീവ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. f dash x equal to limit h tends to 0 f of x plus h minus fx divided by h. ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് when the increment in x is very small. dy by dx is equal to limit delta x tends to 0 delta y by delta x. ഇങ്ങനെയും ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതായത് ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ വൈയിലുള്ള ഇൻക്രിമെന്റ്, ഏത് ഡെൽറ്റ എക്സ്, എക്സിലെ ഇൻക്രിമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ റേറ്റ് when this delta x tends to 0, that is dy by dx, derivative of y with respect to x. അപ്പോൾ f dash x എന്ന് പറഞ്ഞാൽ y f x ആണ്. അപ്പോൾ ഈ f dash x എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് y with respect to x ആണത്. ഇതാണ് f dash x ന്റെ നമ്മുടെ ഡെഫിനിഷൻ. ഇനി ഇതിൽ നിന്ന് നമുക്ക് f dash c, ഒരു പോയിന്റിലെ ഡെറിവേറ്റീവ്. അപ്പം എക്സിന് സി കൊടുത്താൽ ലിമിറ്റ് h tends to 0 f of c plus h minus fc divided by h. ഇങ്ങനെ പറയാം, ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ് അറ്റ് ദി പോയിന്റ് സി. ഇനി ഇതിന്റെ തന്നെ വേറൊരു വേർഷനും ഉണ്ട്. ഡെഫിനിഷൻ എഫ് ഡാഷ് സി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് എക്സ് മൈനസ് എഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഡെഫിനിഷനാണ്, ഇതാണ് യൂസ് ചെയ്യുന്നത്, ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ. നോക്കാം, എഫ് എക്സ് മൈനസ് എഫ് സി എന്ന് പറഞ്ഞാൽ വൈയുടെ ഡിഫറൻസ്, വൈ വാല്യൂസ് ആണിത്. എക്സ് മൈനസ് സി എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് എക്സ് ഡിഫറൻസ്, അതിന്റെ റേറ്റ് when x tends to c means this denominator is very small. അതാണ് ഡെറിവേറ്റീവ്. അപ്പോൾ ഇത് മൂന്നും ഒന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് പിന്നെ ഇതിന്റെ ജോമെട്രിക്കൽ മീനിങ് ഒന്ന് നോക്കാം. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ജോമെട്രിക്കൽ മീനിങ്, ഇതൊന്ന് എഴുതി വെച്ചോളൂ. ഓക്കെ, എഴുതിയില്ലേ? ഓക്കെ. നമുക്ക് ഒരു ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷന്റെ ഗ്രാഫാണിത്. അതില് ഈ പോയിന്റ്, ഇത് സ്മോൾ എക്സ്. അപ്പൊ ഈ പോയിന്റ് എന്റെ എക്സ് കോർഡിനേറ്റ് എക്സ് ആണ്, ഗ്രാഫിലെ പോയിന്റിന് എക്സ് കോർഡിനേറ്റ് എങ്കിൽ y കോർഡിനേറ്റ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ആയിരിക്കും. y is f of x. So this point is x f of x. ഇനി എക്സിൽ നിന്ന് മാറി ഒരു h ഡിസ്റ്റൻസിൽ, സ്മോൾ h ഡിസ്റ്റൻസിൽ നമ്മളൊരു എക്സ് കോർഡിനേറ്റ് കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഇത് എക്സ് പ്ലസ് എച്ച് ആവും. ഈ ഡിസ്റ്റൻസ് h ആവുമ്പോൾ ഇത് എക്സ് പ്ലസ് എച്ച് ആവും. അപ്പോൾ കറസ്പോണ്ടിങ് ഈ പോയിന്റ് എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആണോ? എക്സ് കോർഡിനേറ്റ് ഈസ് എക്സ് പ്ലസ് എച്ച്, കറസ്പോണ്ടിങ് y കോർഡിനേറ്റ് ഈസ് y ഓഫ്
that x coordinate y of x plus h എന്നാവും. ഇനി ഈ രണ്ട് പോയിന്റ്സിലൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കണം. ഇങ്ങനെ ഒരു ലൈൻ. ഈ ലൈനിനെ സീക്കൻഡ് ലൈൻ എന്ന് പറയും. അങ്ങനെയാണ് സീക്കൻഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈ ലൈനിന്റെ സ്ലോപ്പ് എന്താണ് നോക്കുക നമ്മൾ. അപ്പൊ ഒരു ലൈനിന്റെ സ്ലോപ്പ് രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y ഡിഫറൻസ് ബൈ x ഡിഫറൻസ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 സ്ലോപ്പ്. ഓർക്കുന്നില്ലേ? അപ്പൊ ഈ കേസിൽ എന്ത് വരും? y നോക്ക്, f ഓഫ് സ്ലോപ്പ് is equal to f of x plus h minus y1 fx divided by x2 minus x1 x plus h minus x. x plus h എന്ന് x മൈനസ് ചെയ്താൽ h എന്ന് കിട്ടും. ഇതാണ് ഈ സീക്കൻഡ് ലൈനിന്റെ സ്ലോപ്പ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ പോയിന്റിനെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇതിനടുത്തോട്ട് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ നീക്കി കൊണ്ടുവരികയാണെങ്കിൽ മൂവിച്ച് കൊണ്ടുവന്നാൽ ഇവിടെ ഈ എക്സ് പ്ലസ് എച്ച് ഇങ്ങനെ എക്സിനടുത്തോട്ട് വരും. എന്ന് പറഞ്ഞാൽ എച്ച് ഏതിനെ അപ്രോച്ച് ചെയ്യും? സീറോയെ അപ്രോച്ച് ചെയ്യും. ഇതിങ്ങനെ കുറഞ്ഞ എച്ച് സീറോയ്ക്ക് അടുത്തോട്ട് വരും. അപ്പൊ എച്ച് സീറോയ്ക്ക് അടുത്തോട്ട് വരുന്ന സമയത്ത് ഈ പോയിന്റ് ഇങ്ങനെ ഇവിടെ വരും. അപ്പൊ ഈ ലൈനിന് എന്താ പറ്റുന്നത് നോക്കാം. ഈ പോയിന്റ് ഇങ്ങനെ വരുമ്പോ ഈ രണ്ട് ലൈനിലൂടെ പാസ് ചെയ്യുന്ന പോയിന്റ്, ആ ലൈനാണ് നമ്മൾ സീക്കൻഡ് ലൈൻ എന്ന് പറഞ്ഞത്. ആ ലൈൻ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യും. കർവിനെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിനെ നമ്മൾ എന്ത് പറയുന്ന? ടാൻജന്റ്. അപ്പൊ ഈ സീക്കൻഡ് ലൈൻ വന്നിട്ട് എപ്പോഴാണ് ടാൻജന്റ് ആയിട്ട് മാറുന്നത്? എച്ച് സീറോയെ അപ്രോച്ച് ചെയ്യുമ്പോൾ. എച്ച് ഇങ്ങനെ സീറോയെ അപ്രോച്ച് ചെയ്യുമ്പോൾ. അപ്പൊ ഇവിടെ ലിമിറ്റ് h ടെൻസ് ടു 0 f of x plus h minus fx by h. h സീറോയെ അപ്രോച്ച് ചെയ്തപ്പോൾ ഉള്ള ഈ സ്ലോപ്പ്, ഇത് ഏതിന്റെ സ്ലോപ്പാണ്? ഈ ടാൻജന്റിന്റെ. സീക്കൻഡ് ലൈൻ എന്തായി മാറി? ടാൻജന്റ് ലൈൻ ആയിട്ട് മാറി, എന്നായി മാറി. പക്ഷെ ഇത് നോക്കാം, ഇത് നമ്മുടെ എന്താണ്? f dash x ആണ്. ലിമിറ്റ് h ടെൻസ് ടു 0 fx plus h minus fx by h is f dash x. ഇപ്പൊ നമുക്ക് കിട്ടിയത് f dash x is the slope of the tangent at the point xy. ഈ fx എന്ന് പറഞ്ഞാൽ y ആണ്. fx അല്ലെങ്കിൽ xy ആണ്. So f dash x is equal to slope of the tangent at xy, at the point xy, or dy by dx equal, this is same as dy by dx. dy by dx is same as f dash x, that is the slope of the tangent at xy. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്. ഒരു കർവിന്റെ ഒരു പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലെ ഡെറിവേറ്റീവ് ആയിരിക്കും. ആ പോയിന്റിൽ dy by dx ആയിരിക്കും. അപ്പൊ ഇനി നമ്മള് ഇപ്പോ ഒരു ഡെറിവേറ്റീവ് പറയുന്ന സമയത്ത് ഒരു പോയിന്റിൽ ഡെറിവേറ്റീവ് ഉണ്ട് അല്ലെങ്കിൽ കർവിൻ ഡെറിവേറ്റീവ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു യൂണിക് ഡെറിവേറ്റീവ് ആയിരിക്കണം. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറഞ്ഞാൽ ഇക്വേഷൻ സോൾവ് ചെയ്ത ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് മസ്റ്റ് ബി യൂണിക്, വൺ ആൻഡ് ഓൺലി വൺ. അതേപോലെ തന്നെയാണ് ഡെറിവേറ്റീവിന്റെ കേസും വരുന്നത്. അപ്പോ ഈ പോയിന്റിൽ ഡെറിവേറ്റീവ് വേണമെങ്കിൽ ആ പോയിന്റിലൂടെ ഒരു യൂണിക് ടാൻജന്റ് വേണം. തിരിച്ചും പറയാം, യൂണിക് ടാൻജന്റ് ഓരോ പോയിന്റിലൂടെ ഉണ്ടെങ്കിൽ ആ കർവിന് എല്ലാ പോയിന്റ്സിലും ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും. ഇനി നോക്കാം, ഒരു ബ്രേക്ക് ഉള്ള ഒരു കർവാന്ന് വിചാരിക്കുക. ഒരു കർവ് ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ പോയി, ഈ രണ്ട് പീസ് കൂടിയതാണ് കർവെങ്കിൽ ഈ പോയിന്റ്സ് വരുമ്പോ ഇവിടെ വരുന്ന സമയത്ത് ഇതിലൂടെ ഇതിനെ ടച്ച് ചെയ്ത് വരയ്ക്കുന്നതാണ് ടാൻജന്റ്. ധാരാളം ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. അപ്പൊ ഈ ഇങ്ങനെ ബ്രേക്ക് വരുന്ന സമയത്ത് അവിടെ ഒന്നും എന്തുണ്ടാവില്ല? ഡെറിവേറ്റീവ് ഉണ്ടാവില്ല. അപ്പൊ ഡെറിവേറ്റീവ് വേണമെങ്കിൽ
കർവ് എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പൊ കണ്ടിന്യൂസ് ആയ കർവിന്റെ കേസിൽ നമുക്ക് ഡെറിവേറ്റീവ് ഉണ്ടാവുള്ളൂ. ഇനി കണ്ടിന്യൂസ് ആയ എല്ലാ കർവിനും ഡെറിവേറ്റീവ് ഉണ്ടാവുമോ നോക്കുക. ഒരു കർവ് ഇങ്ങനെ വന്നു, ഇങ്ങനെ പോകുന്ന ഒരു കർവാന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഓരോ ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എല്ലാം ഓരോ ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും. ഈ പോയിന്റ് വരുമ്പോ ഇതിനെ ടച്ച് ചെയ്തുകൊണ്ട് ഈ പോയിന്റിലൂടെ നമുക്ക് ഇങ്ങനെ ധാരാളം ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. ധാരാളം ടാൻജൻസ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ മീനിങ് ഡെറിവേറ്റീവ് ഇല്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല ആ പോയിന്റിൽ. സോ ദാറ്റ് കർവ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. അപ്പൊ ഒരു പോയിന്റിൽ തന്നെ ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ പോയിന്റിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ആ പോയിന്റിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ ഇതാണ് ഡെറിവേറ്റീവും ടാൻജന്റ്, സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റും തമ്മിലുള്ള കണക്ഷൻ. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ it is the slope of the tangent at the point. Derivative at the point dy by dx എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അറ്റ് ദി പോയിന്റ് xy. പോയിന്റ് എന്തിനാ സ്പെസിഫൈ ചെയ്യണത്? ടാൻജൻസ് ആവുമ്പോൾ നമുക്ക് എല്ലാ പോയിന്റിലും ഇവിടെ എല്ലാം വരയ്ക്കാൻ പറ്റും ടാൻജൻസ്. ഒരു പർട്ടിക്കുലർ പോയിന്റില് xy എന്നൊരു പർട്ടിക്കുലർ പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പാണ് ഡെറിവേറ്റീവ് at that point dy by dx. Okay, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. dy by dx is f dash x. It is slope of the tangent at xy. കഴിഞ്ഞില്ലേ? തീർന്നോ? അതെ സർ, കഴിഞ്ഞു. അപ്പോ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ആണ്. അതായത് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച്. അപ്പൊ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കണം. സെയിം ആകുമ്പോഴേ നമുക്ക് ഈ ലിമിറ്റ് ഉണ്ടാവുള്ളൂ. അതായത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസും ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസും ആ രണ്ട് വാല്യൂസും സെയിം ആവണം. അപ്പൊ നമ്മൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ദിസ് വാല്യൂ എന്ന് പറയും. ദാറ്റ് ഈസ് എ ഡെറിവേറ്റീവ്. പിന്നെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ റൂൾസ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? യു പ്ലസ് ഓർ മൈനസ് വി ഡാഷ്, അതായത് യു പ്ലസ് വി യു മൈനസ് വി ഒന്നിച്ച് നമ്മൾ എടുത്തതാണിത്. ഇറ്റ് ഈസ് ഈക്വൽ ടു യു ഡാഷ് പ്ലസ് ഓർ മൈനസ് വി ഡാഷ്. പിന്നെ യു വി, ഇവിടെ യു ആൻഡ് വി എന്താ? ഫങ്ഷൻസ് ഓഫ് എക്സ് ആണ്, ഫങ്ഷൻസ് ആണ്. യു വി ഹോൾ ഡാഷ് ഇസ് യു ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ്. തേർഡ് യു ബൈ വി whole dash is
v into u dash minus u into v dash divided by v square. So second one, product rule. Third, quotient rule. Third is quotient rule. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച റിസൾട്ടുകളാണ്. ഇനി നമുക്ക് അതിലൊരു തിയറം ഉണ്ട്. എഴുതിയില്ലേ? ഓക്കെ. അപ്പൊ ആ തിയറം ഒന്ന് എഴുതിക്കോളൂ. If a function f is differentiable at a point C, if a function f is differentiable at a point C, then it is also continuous at that point. Then it is also continuous at that point. C എന്ന ഒരു പോയിന്റില് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ്. സെന്റൻസ് ഒന്നുകൂടെ പറയോ? If a function f is differentiable at a point C, then it is also continuous. It is also continuous at that point. Thank you, teacher. So, f is differentiable. അതായത് C എന്ന ഒരു പോയിന്റില് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് ആ പോയിന്റിൽ കണ്ടിന്യൂസും ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. അപ്പം ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് സിയില്. എഫ് ഡാഷ് സി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി. ആ തേർഡ് വേർഷൻ ആണ് നമുക്കിത് പ്രൂവ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. ഡെറിവേറ്റീവിന്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് എക്സ് മൈനസ് എഫ് സി ബൈ എക്സ് മൈനസ് സി. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നു. ഈ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഡിഫറൻഷ്യബിൾ ആണ് സിയിൽ, അതുകൊണ്ട്. ഇനി ഇത് കണ്ടിന്യൂസ് ആണ് എഫ് എക്സ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം എഫ് എക്സ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് സിയിൽ എങ്കിൽ നമുക്ക് അറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് സി ആയിരിക്കും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എഫ് എക്സ് മൈനസ് എഫ് സി ആദ്യം കൺസിഡർ ചെയ്യാം. എഫ് എക്സ് മൈനസ് എഫ് സി. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇതാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് എക്സ് ഈക്വൽ ടു എഫ് സി എന്ന് ചെയ്താൽ കണ്ടിന്യൂറ്റി ആയി. അതിനുവേണ്ടി എഫ് എക്സ് മൈനസ് എഫ് സി എടുക്കാം. ഇതിനെ എഫ് എക്സ് മൈനസ് എഫ് സി ബൈ എക്സ് മൈനസ് സി ഇൻറ്റു എക്സ് മൈനസ് സി എന്ന് എഴുതി. എന്തിനാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതുന്നത്, തന്നിട്ടുള്ള കണ്ടീഷൻ യൂസ് ചെയ്യാൻ വേണ്ടി. ഇതിനെ ഡിവൈഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു എക്സ് മൈനസ് സി കൊണ്ട്. ഇനി ലിമിറ്റ് എടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് എക്സ് മൈനസ് എഫ് സി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് എക്സ് മൈനസ് എഫ് സി ബൈ എക്സ് മൈനസ് സി. സെക്കൻഡ് ഫാക്ടറിന് സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് മൈനസ് സി. പ്രോഡക്റ്റിന് ലിമിറ്റ് കൊടുക്കണമെങ്കിൽ ഫസ്റ്റിന്റെ ലിമിറ്റ് ഇൻറ്റു സെക്കൻഡിന്റെ ലിമിറ്റ് ആണ്. ഇനി ലെഫ്റ്റ് സൈഡ് നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് സി ആണ് നെക്സ്റ്റ്. എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ് ഇത്. അപ്പൊ ഇതിന് ലിമിറ്റ് കൊടുത്താലും ഇല്ലെങ്കിലും ഇത് എഫ് ഓഫ് സി തന്നെയാണ്. സോ ഇറ്റ് ഈസ് എഫ് ഓഫ് സി. ലിമിറ്റ് ഇതിന് കൊടുത്തു, ഇവിടെ ലിമിറ്റ് കൊടുത്തു, അപ്പൊ ആ കോൺസ്റ്റന്റ് തന്നെ കിട്ടി. ഈക്വൽ ടു, ഇനി റൈറ്റ് സൈഡ് നോക്കുക. ഫസ്റ്റ് ലിമിറ്റ് ഈസ് എഫ് ഡാഷ് സി ഇൻറ്റു, ഇനി ഇവിടെ ലിമിറ്റ് കൊടുക്കുക. അതായത്
എക്സിന് സി കൊടുക്കണം, സി മൈനസ് സി 0. So that is equal to 0. ഇനി നമുക്ക് ഈ ടേമിനെ റൈറ്റിൽ കൊണ്ടുപോവാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് എക്സ് ഈക്വൽ ടു എഫ് സി എന്ന് കിട്ടി. ദിസ് ഇംപ്ലൈസ് എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് at x equal to c. എഴുതിയോ? കഴിഞ്ഞ പറയണം. ടീച്ചർ കഴിഞ്ഞു. അപ്പൊ ഇത് പ്രൂഫ് ഒന്നും ഇങ്ങനെ ഓർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്താ പറയാ, കോൺസെപ്റ്റ് മറന്നു പോകാൻ പാടില്ല. അത് തറവായിരിക്കണം. എന്താ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്നുള്ളത്. ഇതിപ്പോ ഒരു പോയിന്റിലാണ് എന്ത് പറഞ്ഞത്, കേസാണ് പറഞ്ഞത്. എക്സ് ഈക്വൽ ടു സി എന്ന പോയിന്റിലെ കേസാണ് പറഞ്ഞത്. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇതിൽ നിന്ന് നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ, അതായത് കൊറോളറി എന്ന് പറയും, തിയറത്തിന്റെ കൊറോളറി പറഞ്ഞാല് എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. Every differentiable function is continuous. അപ്പൊ നോക്കാം, ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുമ്പോ അതിനെ നമുക്ക് ടാൻജന്റ് സ്ലോപ്പുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞ മീനിങ് അതിന്റെ ഓരോ പോയിന്റിലും ടാൻജന്റ് ഉണ്ട്. ടാൻജന്റ് ഉണ്ടെങ്കിൽ അതിന് സ്ലോപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകണം. അതാണ് ഇങ്ങനെ എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്. ഇനി തിരിച്ചു പറയുമ്പോൾ എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇസ് ഡിഫറൻഷ്യബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കണ്ടിന്യൂസിന്റെ കേസിൽ ഷാർപ്പ് കോർണേഴ്സ് വേണമെങ്കിൽ വരാം കർവിന്. ഇപ്പം നമ്മുടെ മോഡുലസ് ഫംഗ്ഷൻ ഒക്കെ നോക്കുക, അതിന് കോർണർ ഉണ്ട്, ഷാർപ്പ് കോർണർ. അപ്പൊ അതിലൂടെ നമുക്ക് ധാരാളം ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഡിഫറൻഷ്യബിൾ ആവില്ല. അപ്പൊ ഇതിന്റെ കോൺവേഴ്സ് ട്രൂ അല്ല. ഇത് all the continuous functions are not differentiable. ഇപ്പൊ സ്മൂത്ത് ആയിട്ട് പോണ ഒരു കർവ് ആണെങ്കിൽ നമുക്ക് പറയാം ഡിഫറൻഷ്യബിൾ ആണെന്ന്. കണ്ടിന്യൂസ് കർവ്, ഒരു കണ്ടിന്യൂസ് ബ്രേക്ക് ഇല്ലാത്ത ഒരു സ്മൂത്ത് കർവ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. പക്ഷെ കോർണർ വരുന്ന, ഷാർപ്പ് കോർണർ വരുന്ന കണ്ടിന്യൂസ് കർവ് ആണെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആവില്ല. കാരണം ആ ഷാർപ്പ് കോർണറിലൊന്നും ടാൻജന്റ് ഉണ്ടാവില്ല. ടാൻജന്റ് ഉണ്ടാവില്ല മീൻസ് ആ കോർണറിലൂടെ നമുക്ക് ധാരാളം ടാൻജൻസ് വരയ്ക്കാം. അപ്പോൾ യുണീക്ക് അല്ല ടാൻജന്റ്. അതുകൊണ്ട് തന്നെ ആ പോയിന്റിൽ ഡെറിവേറ്റീവ് ഉണ്ടാവില്ല. ഇനി അടുത്തത് നമുക്ക് ചെയിൻ റൂൾ ആണ്. ഡിഫറൻഷിയേഷന്റെ ചെയിൻ റൂൾ. അതിന് നമുക്കൊരു കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയും. അതായത് കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണുന്ന ആ റൂള്, അതാണ് ചെയിൻ റൂള്. നോക്കാം, എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് യു
u is a function of x എന്ന് കരുതുക. അതായത് എഫ് യുയിലാണ് ഫംഗ്ഷൻ, യു അഗെയിൻ എക്സിലാണ് എന്ന് പറയുമ്പോൾ അവിടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് വരുന്നത്. ഈ കേസിൽ നമുക്ക് ഡി എഫ് ബൈ ഡി എക്സ് കാണണമെങ്കിൽ, എഫിന്റെ ഡെറിവേറ്റീവ് കാണണമെങ്കിൽ ഡയറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാൻ പറ്റില്ല, കാരണം എഫ് യുയിലാണ്. df by du into du by dx. ഈ റൂളിനാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. df by dx is df by du into du by dx. ഇപ്പൊ സൈൻ ഓഫ് എക്സ് ക്യൂബ് ആണ് ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്, ഇതാണ് എഫ് എക്സ്, ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കണ്ടതെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് ദിസ് ഇസ് യു. അപ്പൊ സൈൻ യുവിന്റെ ഡെറിവേറ്റീവ് കോസ് യു എന്നറിയാം. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ക്യൂബ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഇതിന്റെ ഡെറിവേറ്റീവ് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് 3x². ഇങ്ങനെ ചെയിൻ ആയിട്ട് പോവത്. പിന്നെ ഫങ്ഷൻസ് ചിലപ്പോൾ വീണ്ടും അത് എഗെയിൻ ഒരു കോമ്പോസിറ്റ് ആയിട്ട് വന്നാലും ഇങ്ങനെ ചെയിൻ ആയിട്ട് ഡിഫറൻഷിയേഷൻ പോവും. അതുകൊണ്ടാണ് ഇതിനെ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. അതായത് പോലെ ഡി എഫ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി എഫ് ബൈ ഡി ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു ബൈ du into du by dx. അതായത് എഫ് ഡബ്ല്യുയിലാണ്, ഡബ്ല്യു യുയിലാണ്, യു എക്സിലാണ് എങ്കിൽ അതുകൊണ്ടാണ് അതിന് ആ റൂള് നമ്മൾ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഇതിന് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആവും. എഴുതിയോ? ആ ടീച്ചർ. ഇനി എക്സസൈസ് നോക്കാം. 5.2 differentiate the functions with respect to x. With respect to x differentiate ചെയ്യാനാണ്. First question, sin of x square plus 5. Sin of x square plus 5. അപ്പൊ നമുക്ക് സൈൻ എക്സിന് പകരം സൈൻ ഓഫ് പിന്നെ എക്സിലുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ ചെയിൻ റൂൾ ആണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഇതിനെ y എന്ന് വിളിക്കാം, സൗകര്യം. ക്വസ്റ്റ്യൻ y എന്ന് കൊടുക്കാം. അപ്പൊ dy by dx is equal to fx എന്ന് കൊടുത്താൽ f dash x രണ്ടും ഒന്ന് തന്നെ ഈക്വൽ ടു അതിന് സൈൻ ഓഫ് എക്സ് ആണെങ്കിൽ അപ്പൊ ഇതിനെ ഒരു സിംഗിൾ വേരിയബിൾ ആയിട്ട് ഇങ്ങനെ ഒന്നിച്ച് കൺസിഡർ ചെയ്യാം, യു ആയിട്ട് എടുക്കാം. അപ്പൊ സൈൻ എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് cos x. So it is cos of x squared plus 5 into നോക്കുക എക്സിന്റെ പ്ലേസിലാണ് ഇവിടെ x squared plus 5 വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ x squared plus 5ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇനി മൾട്ടിപ്ലൈ ചെയ്യണം. x squared plus 5ന്റെ ഡെറിവേറ്റീവ്, x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എത്ര ഓർമ്മയുണ്ടോ? 2x. 5ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, കോൺസ്റ്റന്റ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഡെറിവേറ്റീവ്. ഇവിടെ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്, ചേഞ്ച് ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് 2x. അത്രേ ഉള്ളൂ. ഇതാണ് ഡെറിവേറ്റീവ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x ഇൻറ്റു, വേണമെങ്കിൽ 2x ഫസ്റ്റ് എഴുതാം, 2x ഇൻറ്റു cos x square plus 5.